ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 30th ജൂലൈ. നമ്മൾ ദുബായിൽ നിന്ന് രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ചു, മേലെഴുകി, തല നനച്ചിട്ടില്ല, മേലെഴുകി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സായിക്ക് പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടിയൊന്നും. നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ്. യെസ് മോനൂസ്, എന്താ ചെയ്യണേ? അപ്പൊ 22 റൂം ഡിഗ്രി അല്ലേ? അതാ റൂം ഡിഗ്രി കണ്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ബാംഗ്ലൂരിനോട് വന്ന സമയത്ത് തലയിൽ തുളസിക്കതിൽ ചൂടി എണ്ണ തേച്ചൊരു ഐറ്റായിരുന്നു. പിന്നെ അവിടെ എത്തിയ സമയത്ത് നോക്ക് മുടി കളർ ചെയ്യണം, സ്ട്രൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു പാർലർ സ്ട്രൈറ്റ് ആണെന്നോ ഞാൻ പറയില്ല, പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്റെ കഥയാടാ. അപ്പൊ ഞാനവിടെ ഞങ്ങളൊരു പാർലറിൽ കൊണ്ടുപോയി. പാർലറിൽ കൊണ്ടുപോയിട്ട് ഹിന്ദിക്കാരനാണ്, ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹിന്ദിക്കാരൻ ഇവള് പണ്ട് മറ്റേ NSS മഞ്ചേരിയൊക്കെ പഠിച്ചതല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല ഹിന്ദി അറിയായിരിക്കും, നമ്മളെ പോലെ. നമ്മള് പാവം MSc ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് അറിയില്ല. ആ അവസ്ഥ നമ്മൾ ലാസ്റ്റ് എന്തായി ഫുഡ് എവിടെയാണെന്ന് അറിയത് ഫുള്ള് കാര്യം പറയട്ടെ, നടന്ന സംഭവല്ലേ. എന്നിട്ട് പയ്യ അങ്ങനെ കസാലയിലെടുത്ത് മുടിയൊക്കെ വിച്ച് ഡിഗ്രി ഏത് ഡിഗ്രി കട്ട് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. ഈ പടുഭാവിക്കുണ്ടോ എന്ത് ഡിഗ്രി? ആകെ ലൈഫിലൊരു ഡിഗ്രി അല്ലേ കേട്ടുള്ളൂ. യെസ്, ഐ ആം എൻ എഞ്ചിനീയർ. ചിരിച്ചു മതി. ശരി ശരി. സായി ചമ്മിയിരിക്കുന്നു ഗൈസ്. എമ്മിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് കേട്ടോ. സിനമൺ റോൾ, ഇതൊക്കെ പേസ്ട്രി കഴിഞ്ഞ സാധനങ്ങളാണ്. ഇത് ഫുഡ് കഴിച്ചിട്ട് ഒരു ക്രോയിസൻ്റ് ഉണ്ട്. ഇതാ ഇവിടെ നിറയെ ഫുഡാണ്. ഇതെന്താ ഫ്രൈഡ് റൈസോ? രാവിലെ തന്നെ ഫ്രൈഡ് റൈസ്? സോറി, എനിക്കറിയില്ല. മീറ്റ് ഫറ്റയർ, ബീഫ് മീറ്റ്, ലെമൺ ചിക്കൻ, ഫൗൾ മെഡാമസ്, സ്റ്റീംഡ് ബ്രോക്കോളി, കാഷ്യൻ ലെബന്, ബോയിൽഡ് എഗ്സ്, ചിക്കൻ സോസേജ്. ഇവിടെ കുറേ റീഫി സാധനങ്ങൾ. എന്ത് അപ്പുറത്താവും. ഇവിടെ വന്നിട്ട് ബ്രെഡ് തിരഞ്ഞെടുക്കുകയാണ് സായി. ഈന്തപ്പഴം ഇവിടെ നിറച്ചും ഈ സാധനങ്ങളുണ്ട്. ഞാൻ പോയിരിക്കട്ടെ. ഞാൻ വന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ തീറ്റ തുടങ്ങി പോയി. എനിക്കാകെ കിട്ടിയത് ഒരു പൊറോട്ടയും ഗ്രീൻ പീസും. അതെനിക്ക് പറ്റാതെ. അതൊക്കെ രാവിലെ തന്നെ എങ്ങനെയാണോ നോൺ വെജ് കഴിക്കുക? ഇല്ല, ലൈവ് ഇല്ല. എഗ് പൊറോട്ട ഉള്ളത്. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്നും തുടങ്ങുന്നത് നമ്മുടെ കേരള പൊറോട്ട, ഗ്രീൻ പീസ് കറി. ഇതൊരു ഇതാണ്, എന്താ പറയുക, പൊട്ടറ്റോ. ഇതാണ് ഒക്കെ ലെബനീസ് സാധനങ്ങളാണ്. ഞാൻ ഇത് പറഞ്ഞു, എഗ് ഓംലെറ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇനി നേരെ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റട്ടെ. 10:15 നമ്മളെ വണ്ടി വരും. അന്നേരം നമ്മൾ നേരെ ഉൾക്കണ്ടം പ്ലേസിൽ പോകും. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഞാനിനി മേക്കപ്പ് ഇടാൻ പോട്ടെ. ഇവിടെ ഇപ്പോൾ 8:30 കഴിഞ്ഞു. 10:15 ആകുമ്പോഴത്തേക്കും വണ്ടി വരും. ഞാൻ ഒന്ന് സൺസ്ക്രീൻ ഫുള്ള് തേച്ചത്. സായി അവിടെ നിന്ന് മൊബൈൽ നോക്കുകയാണ്. സൺസ്ക്രീൻ തേക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. നല്ല സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്, പിന്നെ എന്താ മേക്കപ്പ് ഇടാൻ ഒരുങ്ങുകയാണ്. അത് കഴിഞ്ഞ് അപ്പോഴല്ല ഇന്നലത്തെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. സായി കിടക്കുന്ന സൈഡിലായിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഖുറാൻ. സായി ഇവിടെ വെച്ചു. ഖുറാൻ്റെ ബുക്ക് എല്ലാ റൂമിലും ഉണ്ടാവും എന്തായാലും. ഫുള്ള് ഖുറാനാണ്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു, അല്ല എങ്ങനെയാണല്ല ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ സായി കുട്ടപ്പനായിട്ടുണ്ട്. ഇനി എന്നെ തിരിക്കും. ഞാനൊന്ന് കാണിച്ചിട്ട് ആ തിരിയില്ല, എൻ്റെ സൈഡിലേക്ക് തിരിക്കാൻ. കുട്ടപ്പത്തി സ്നേഹമായിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10:30 ഇവിടുത്തെ 10:15 വണ്ടി വന്നിട്ടുണ്ട് സ്നേഹ. നമ്മൾ നേരെ ഇനോഗ്രേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സഞ്ജയ് എല്ലാവരും ഉണ്ടാവും, ദുബായിലുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടാവും. നമുക്കിനി ആ വീഡിയോസിലേക്ക് കിടക്കാം.
അപ്പോൾ അമ്മേ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് പ്രോഗ്രാമുള്ളത്. അതെ, ഞാൻ രാവിലെ തന്നെ ഫിറ്റാണ്. നല്ല ഡ്രസ്സല്ലേ എൻ്റെതും ഞങ്ങളുണ്ടാളുടെയും. പിന്നെ പ്രോഗ്രാമിന് പോട്ടെ. ഇവിടെ വന്നിട്ട് നമ്മളെ അതേ ഒരു വണ്ടിയാണ്. ഞാൻ നോക്കൂ, ഇത് ഞങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് കണ്ട് ഞാൻ തന്നെ മറ്റേ എർട്ടിക ഉണ്ട് നമ്മളിന്നലെ. ആൾട്ടോ ഉണ്ടല്ലോ ഇവിടെല്ലോ. പക്ഷേ ബോഡി ക്വാളിറ്റി നാട്ടിലെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഷാർജയിലെത്തിയിട്ട് സ്റ്റാർട്ടിങ് ഓഫ് ഷാർജ. മലയാളികൾ താമസിക്കുന്ന ഷാർജ. സ്റ്റാർട്ടിങ് ഓഫ് ഷാർജ. അപ്പോൾ നമ്മൾ സഹാറ സെന്ററിലെത്തിയില്ലേ, ഷാർജയിൽ അല്ലേ? ജിമ്മിൽ പോകുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. എന്തിനാ നമ്മളെ പഴയ വണ്ടി, നമ്മൾ രണ്ട് വണ്ടി കണ്ടു. അപ്പോൾ നമ്മൾ സഹാറ സെൻറ്റർ ഷാർജയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഫസ്റ്റ് പ്രോഗ്രാം 11:30-ക്കാണ്. അത് വന്നിട്ട് എന്നോട് നമ്മളല്ല P1 പാർക്കിംഗ് ആണല്ലോ. എന്നാൽ P1 P2 ഉണ്ടോന്ന് അറിയോ? എന്താണെങ്കിൽ എന്താ, എനിക്കങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മറ്റേ കന്നഡ വെച്ചോളൂ. സഹാറ സെന്റർ ലെവൽ 1. അപ്പം നമ്മുടെ ടോക്കീസ് ഹൈലൈൻഡർ ഇവിടെയാണ്. ഈ ബ്രാൻഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് സഞ്ജു ഉദ്ഘാടനം ചെയ്യുന്നത്. ബ്രാൻഡല്ല, ഷോപ്പ് ഈ ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്തിട്ട്. നമ്മൾ മിന്ത്രയിലൊക്കെ സൈറ്റിൽ സെർച്ച് ചെയ്താൽ ഈ ബ്രാൻഡ് ഉണ്ടാവും. അല്ല, അപ്പോൾ നമ്മൾ ടോക്കീസ് ഹൈലൈൻഡർ ഇൻ സഹാറ സെൻറ്റർ. ഞാൻ തരില്ല, ഞാൻ ഇവിടുത്തെ നെറ്റ് എടുത്തോളൂ. എന്താ സിമ്മിൻ്റെ പേര്? DU അല്ലേ? DU പറഞ്ഞ സിം എടുത്തു. അത് അവിടുന്ന് ഫ്രീ ആയിട്ട് തരും ഇമിഗ്രേഷന്. ഞാൻ ആ സിം ഇട്ടു. 10 GB കിട്ടും. ഞങ്ങൾ എന്തായാലും August 3 വരെ ഉണ്ട്. അത് അപ്പോൾ നമ്മൾ ഹൈലൈൻഡർ ടോക്കീസിൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതാണ് നമ്മുടെ ഫുള്ള് ഡ്രസ്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ടോക്കീസിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട് മിന്ത്രയിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി സാധനങ്ങളാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ 600 to 1500 അത്ര ഉണ്ടാവും. പക്ഷെ നല്ല അടിപൊളിയാണ്.
സാംസങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷോപ്പ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇനാഗ്രേഷനൊക്കെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ ഹൈലൈൻഡർ ടോക്കിയോ ടോക്കീസിലാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു നോർമൽ ഡ്രസ്സാണ്. അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി നേരെ മെഗാ മാൾ ഉച്ചയ്ക്ക് 2:30-ക്കാണ്. ഇതിപ്പോൾ 11 ഇപ്പോൾ സമയം എൻ്റെ മൊബൈലിൽ ഇപ്പോൾ 2:10 അത് നാട്ടിൽ 2:10, അതായത് 1 മണി കഴിഞ്ഞല്ലോ. 1:15 1:30 സമയം ഉണ്ടാവും. 1:30 ഇല്ല, 1 മണി 12:45 1 മണിക്ക് ആ സമയത്ത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ ചിലപ്പോൾ മെഗാ മാളിൽ പോകുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷോപ്പ്. ഇതൊക്കെയാണ് ടോക്കിയോ ടോക്കീസും ഹൈലാൻഡറുമാണ് ഇവിടുത്തെ. ഇത് 2 ഡ്രസ്സുമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ റാഫേൽ ഏട്ടൻ അക്യൂറ ഇതാണ് ഇത് രണ്ടും. അപ്പോൾ ഇപ്പോൾ ഇന്ന് 3 സ്ഥലത്ത് ഇനാഗ്രേഷനാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി വേറെ കുറച്ച് സ്റ്റോഴ്സ് ഉണ്ട്. അത് പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ബാക്കിലൂടെ നടന്നു പോയ ആളാണ് നമ്മുടെ റാഫേൽ ഏട്ടൻ്റെ മോൻ. അപ്പോൾ നമ്മളെല്ലാം എല്ലാവരും പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ വേറെ പരിപാടി ഒന്നുമില്ല, ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാട്ടോ. നമ്മൾ കണ്ടുപിടിച്ചത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്ന് കഴിക്കാൻ നോക്കട്ടെ അല്ലേ? കഴിക്കേ വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കണ്ടല്ലേ? ഒരു ഇറ്റലി വൈബ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ഞാൻ കാണിച്ചത് ഇറ്റലി വൈബ് ഉണ്ട് കേട്ടോ. പാരീസ് ഇറ്റലി ആ ഒരു ഇത് കിട്ടാൻ നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട്. മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ ഫുഡ് വന്നിട്ടുണ്ട്. Are you ready to eat? ഉറക്കെ പറയടോ, സൗണ്ട് കേൾക്കുന്നില്ല. എനിക്കില്ല. അപ്പോ ഇറ്റലിയിൽ എന്നെ ഇഷ്ടമല്ല. മറ്റേ ഒപ്പി കൂട്ടി കഴിക്കേണ്ട സാധനമൊന്നുമല്ല, ഇങ്ങനെയല്ല കഴിക്കണ്ടേ. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇതെന്താ? വാട്ട് ഈസ് ദിസ്? പനൂസോ. നമ്മുടെ നാട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുക്കണല്ലേ? ഫ്രൈസ് വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നേക്കാൾ പ്രശ്നം ഭയങ്കര ഹെൽത്തിയാണ്. അയ്യോ അൺഹെൽത്തിയാണ്, ഞാനും കണ്ടിട്ടുണ്ട്. ഇവിടെ സാധനം വെറുതെ കിട്ടുന്നു. ഇത് പനൂസോ എന്താ പറയുക, ഈ വെച്ച സാധനത്തിനകത്ത് ചീസ് പോകും. ചിക്കല്ലേ ഇത് കഴിക്കാനേനോ? നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മെഗാ മാൾ. ഞാനിപ്പോൾ വന്നത് ലെക്സസ് കാറിലായിരുന്നു. ഞാൻ ഇപ്പം കയറിയപ്പോഴാണ് ഞാൻ അതിൻ്റെ മുന്നിലെ ഭാഗം എല്ലാം എനിക്കറിയില്ല. ഇല്ല, ഞാൻ സാധാരണ നോർമൽ വണ്ടിയാണ് ചോദിച്ചത്. അത് നോർമലാണ്. അതാണ് ഫുള്ള് ലെക്സസ് ആട്ടോ. ഫുള്ള് ലെക്സസ് വണ്ടിയാണ് ഇവിടെ ചുറ്റും. ഇതൊന്നും റോഡ് നല്ലതായതുകൊണ്ടേ എല്ലാം അടിപൊളിയാണ്. യാത്രയ്ക്ക് സൗകര്യം നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ ഇവിടെ മെഗാ മാൾ. ഇപ്പോൾ മെഗാ മാളിലാണ് കേട്ടോ. മെഗാ മാൾ സഞ്ജു വീടിൻ്റെ അടുത്ത ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡെസൈൻ ടോക്കിയോ ടോക്കീസ് ഹൈലാൻഡർ മെഗാ മാളിൽ. ബുർജുമാൻ മാള് നെക്സ്റ്റ് സ്റ്റോറി എത്തിയിട്ടുണ്ട്. ബുർജുമാൻ മാളിലെ ഹൈലൈറ്റർ അല്ല ഹൈലാൻഡർ ആൻഡ് ടോക്കിയോ ടോക്കീസ്. സമയം 5 മണിയാവണം. 5:30 ആകുമ്പോഴാണ് അവരെത്തുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബുർജുമാൻ മാളിലുള്ള ഹൈലാൻഡർ ആൻഡ് ടോക്കിയോ ടോക്കീസിൻ്റെ ഷോപ്പിംഗ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ബാക്കിലുണ്ട്. അപ്പോൾ 5:30 ആകുമ്പോഴത്തേക്കും സഞ്ജു വരും. അപ്പോൾ സെയിം, അതായത് ഇന്ന് 3 സ്റ്റോറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഹൈലാൻഡർ ആൻഡ് ടോക്കിയോ ടോക്കീസിന് റാഫേൽ ലൈഫ് സ്റ്റൈലിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്യുന്നത് 2 ബ്രാൻഡും. അപ്പോൾ അക്യൂറ ഇതാണ് റാഫേൽ ഏട്ടൻ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ ഇന്നത്തോടെ പ്രോഗ്രാം തീരും. ഇതോടുകൂടി എല്ലാ പരിപാടിയും അവസാനിക്കുന്നതായിരിക്കും.
പിന്നെ ബാക്കി ഞങ്ങൾ ദുബായ് കറങ്ങാൻ പോകുന്നതായിരിക്കും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ബാക്കി നമ്മളെല്ലാം ഫ്രീ ആണ്. ബുർജുമാൻ മാളിൻ്റെ മുന്നിലുള്ള ഉദ്ഘാടനത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. 5:30 ആയല്ലോ. അപ്പോൾ എല്ലാം ഒഴിവ് എല്ലാവരുടെയും ടൈം വർക്ക് അവർ കഴിഞ്ഞിട്ടുണ്ട്. ചൈനീസ് ഫിലിപ്പൈൻ ബ്ലോഗറാണ് തോന്നുന്നുണ്ട്. നല്ല ട്രൈപോഡ് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് ഫുള്ള് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ അജ്മൽ ഖാൻ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇപ്പോൾ വെയിറ്റിംഗ് ആണ് സഞ്ജു വരാൻ വേണ്ടിയിട്ട്. എൻ്റെ ടോക്കീസിൻ്റെ അപ്പോൾ നമ്മൾ ഇനാഗുറേഷൻ പരിപാടിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമയാണ്? കിങ്ഡം. നമ്മുടെ വീഡിയോയുടെയും വെങ്കടേഷിൻ്റെയും സിനിമ. വെങ്കടേഷ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം. വെങ്കടേഷിൻ്റെ അവരുടെ നല്ലൊരു സ്പീച്ച് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അഭിനയം അല്ലേ. എൻ്റെ നായികനിൽ വന്നതല്ലേ, കൊള്ളാവുമായിരിക്കും. അതെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ദുബായിലെ 3rd ഡേ ആണ്, ജൂലൈ 31. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഷോപ്പിങ്ങും ചായക്ക് കുറച്ച് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സിനമൺ റോൾ, ഒനിയൻ റോൾ, വെജിറ്റബിൾസ്, പിന്നെ ഒരു അറബിക് പിക്കിൾ കേട്ടോ. നല്ല ഉപ്പുള്ള സാധനം, അടിപൊളിയുണ്ട്. സീസർ സാലഡ്, ചിക്കൻ പീസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഞാനൊരു മസാല ദോശ പറഞ്ഞു, ഒരു ഓറഞ്ച് ജ്യൂസ്, പിന്നെ ആസ് യൂഷ്വൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ബ്രൗൺ ബ്രെഡ്. ഞാൻ പിന്നെ കുറച്ച് സാധനം കിട്ടാൻ വേണ്ടി ഇത് എടുത്തതാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരുങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവാണ്. നമ്മുടെ വീഡിയോയുടെ ദ കിങ്ഡം അവിടെ വന്നിട്ടുണ്ട്. എന്നെ കൂട്ടത്തത് പോകണം. അതെ, നമ്മൾ സിനിമയ്ക്ക് പോവല്ലേ? പ്രസ് ചെയ്തോ. അപ്പൊ ഞാൻ സിനിമ കാണാൻ പോകും. സിനിമ കണ്ടല്ലേ പോണ്. സിനിമ കണ്ടിട്ട് നമ്മൾ കാണാൻ പോകും. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഒടുക്കത്തെ ചൂട്. ഞങ്ങളിപ്പോൾ സിനിമ കാണാൻ പോയിട്ട് എന്താ പറയുക, കാർഡ് മാത്രമേ അക്സെപ്റ്റബിളുള്ളൂ. അപ്പോൾ ക്യാഷ്, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉള്ളത്. അപ്പോൾ ക്യാഷ് അവിടെ എന്ത് അവിടെയാണോ പൈസ കൊടുത്തിട്ടുള്ളത്? ഞങ്ങളെ ഒറ്റയ്ക്ക് കാർഡ് പറ്റില്ല, ക്യാഷ് പറ്റില്ല. ഉറപ്പ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ഇറങ്ങിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ലഫ് ചെയ്യുന്നല്ലേ. അതിനിടയ്ക്ക് ഞങ്ങളവിടെ ക്രോസ് ചെയ്യാൻ നേരത്തെ ഒരാളവിടെ എല്ലാ ആഷിക്ക് പറഞ്ഞൊരു പ്രൊഫൈൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്, നമ്മളവിടെ മറ്റേ ഹ്യൂമാനിറ്റേറിയൻ സോഷ്യൽ സർവീസ്, മറ്റേ ആറ്റിറ്റ്യൂഡ് ഹാൻഡ്സ്. ഞങ്ങളവിടെ അവിടെ വെയിറ്റ് ചെയ്യുക. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ 2 കോട ചൂടി വന്നിട്ട് പറഞ്ഞു സോഷ്യൽ സർവീസ് ആണ് പറഞ്ഞിട്ട് മൊബൈലൊക്കെ വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോഷ്യൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ എല്ലാ ആഷിക്കും ഒരു ശ്രീലങ്കക്കാരനാണ്. ഞങ്ങൾ പെട്ടെന്ന് പാകിസ്ഥാൻകാരനാണോ വിചാരിച്ചു. ചോദിച്ചപ്പോൾ ശ്രീലങ്കക്കാരനെന്ന് പറഞ്ഞു. പാകിസ്ഥാൻകാരൻ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ശ്രീലങ്കക്കാരനാണ്. വേറെ കാര്യമുണ്ട്. ഇന്നലെ ഒരു പാകിസ്ഥാൻകാരി വന്നിട്ട് സായിനോട് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ തള്ളി മറക്കല്ലേ, അങ്ങനെയല്ല ചോദിച്ചത്. യു ആർ മറ്റേ എന്ത് ചോദിച്ചു, ഇൻഫ്ലുവൻസർ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ യെസ് എന്ന് പറഞ്ഞു. അതിന് 37 പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇന്നലെ അവിടെ ഉദ്ഘാടനമായിരുന്നില്ലേ, ഉദ്ഘാടനത്തിന്റെ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന കണ്ടപ്പോ 36 ഒന്ന് ചോദിച്ചതാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഐ എം ഫ്രം പാകിസ്ഥാൻ പറഞ്ഞു. ഓക്കെ ബൈ എന്ന് പറഞ്ഞു. ദിസ് ഈസ് ഫേമസ് ലഫ. വേറെ കാര്യം ശ്രദ്ധിച്ചോ, മൊത്തം പുസ്തകം ഞാൻ ഇന്നലെ പറഞ്ഞു, മിന്നാന്ന് പറഞ്ഞു ഇന്നലെ വീഡിയോയില് ലെഫ്റ്റിക്കാണ് തിരിക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ വന്നപ്പോ മാറി, ഒക്കെ ലെഫ്റ്റ് വന്നാ. സോറി. സത്യം പറഞ്ഞ ആ വെയിലത്ത് കൂടെ നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ബോക്സ് മറ്റേ ആ മാളിന്റെ നേരെ മുന്നിൽ ഒരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്ത് കൂടെ നേരം കെട്ടി കയറുന്നെങ്കിൽ അപ്പയിലെത്തിയിരുന്നു. വെറുതെ ഇന്ന അത് കൂടെ ഫുള്ള് നടത്തിച്ചു. പിന്നെ വെയിൽ പൊളിച്ച് കറുത്ത് നിറം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു. ഫുള്ള് ടാൻ അടിച്ചോട്ടേന്ന് കേട്ടിട്ട്.
ഞാനുള്ള മേക്കപ്പ് കിട്ടൊക്കെ പോവില്ല അപ്പോൾ നീ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. കാരണം ഇപ്പോൾ ഇതിൽ ഇന്ത്യൻ ടൈമാണ്. അപ്പോൾ ഇപ്പം എത്ര 12 മണി. 1 മണിക്കാണ് ദുബായിൽ സ്ഥിരം പോയി വരുന്ന ആളാണ്. എന്താ ചെയ്യുക, 12 മണി ഇനി ഫുഡ് കഴിക്കട്ടെ. അത് കഴിഞ്ഞ് ഷോപ്പിംഗ് പരിപാടികളുണ്ട്. ദുബായ് കാണാത്ത ആൾക്കാരുണ്ടോ? ഞാൻ ദുബായ് കാണിച്ചത്, ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഷവർമ ഓർഡർ ചെയ്ത് പിന്നെ നമുക്കൊരു ഇത് കിട്ടി, പിക്കിൾ. അറേബ്യൻ പിക്കിൾ നല്ല അടിപൊളി സാധനം കേട്ടോ. അറേബ്യൻ പിക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ലഫയിൽ നിന്ന് അൽ ഷവർമ കഴിക്കുന്ന ഷവർമ കഴിക്കുന്നത് ബൈ അൽ സ്നേഹ. അൽ സ്നേഹ അറബി സ്നേഹ. അറബിച്ചി ഈ എന്താ കയ്യിലൊക്കെ ഇങ്ങനെ സാധനം കിട്ടിട്ട് അറബിയാവാൻ നോക്കിയതാ. ഒരു ബൈറ്റ് എടുക്ക്. ഏതുണ്ട് ലഫയിലെ ഷവർമ എങ്ങനെ ഉണ്ട് പറഞ്ഞാ? ഇല്ല, ഇന്നലെ കഴിച്ച ഷവർമ ഏതാ നല്ലത് നോക്കാം. ഇന്നലെ മിഞ്ഞാന്നും കഴിച്ച ഷവർമയിൽ ഏതാ നല്ലത്? ലഫ ആയിരിക്കും. ലഫയല്ലേ അല്ലേ? ലഫയിലെ ഷവർമയാണ് ഷവർമ. അൽഫറൂജ് പോയിട്ടൊന്നും അങ്ങനത്തെ ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ അൽഫറൂജിന് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. 2-3 സ്ഥലത്ത് കഴിച്ചു, പക്ഷെ ഇതിൻ്റെ അത്ര പോരാ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ക്യാരറ്റ്, ഓറഞ്ച് വിത്തൗട്ട് ഷുഗർ, ഇത് അവക്കാഡോ. താങ്ക് യു. കൊള്ളാമല്ലേ? കാണാൻ നല്ല രസമുണ്ട്. എന്താ ക്രീമൊക്കെ ഉണ്ടല്ലോ, ഒമ്പടോ സെറ്റപ്പ് സാധനം കേട്ടോ. ഞാൻ ഷുഗർ ഡയറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അധികം അത് കുടിക്കുന്നത്. വേണ്ട, ഇവിടുത്തെ മൈനീസൊക്കെ മൈനീസ് 2 ദിവസം കൊടുത്താൽ 2 ദിവസത്തിന് കിട്ടിയ മൈനീസാണിത്. കൊടുത്താലും മുതലാവും. കാരണം എന്താ പറയുക, നാട്ടിൽ ഊത്തവെള്ളം പോലെ ഇങ്ങനെ വെള്ള കളർ പീച്ച് വരുള്ളൂ, ചോഴല്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് 12:30 ആയി. ഇനി അരമണിക്കൂറുള്ളൂ. അപ്പോൾ ഇനി സിനിമ കണ്ടിട്ട് നമ്മൾ ബാക്കി ഷോപ്പിംഗ്. എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ഫോക്സ് തിയേറ്റർ എന്ന് വിചാരിക്കുമ്പോൾ ഈ വിചാരിക്കുന്ന ജമിട്ടായിട്ടല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതെ, ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഗബ്രീന്റെ വീട്ടിലെ ഹോം തിയേറ്ററിൽ. അതെ, ഗബ്രീന്റെ വീട്ടിൽ നമ്മൾ തിയേറ്ററിൽ സിനിമ ഹോം തിയേറ്ററിൽ കണ്ടത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെന്താ ഇത്ര തൊട്ടടുത്ത് ഇങ്ങനെ? വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കല്ലേ, വെറുതെ ഇത് കാലുവെക്കാനേ, അവർക്ക് മാത്രമല്ല കാലം വയ്ക്കാൻ. അവിടുന്ന് കറക്റ്റ് തിയേറ്ററിൽ അടിപൊളിയായിട്ട്. നമ്മുടെ സീറ്റ് എവിടെയാ? സീറ്റ് ഞാൻ മുകളിൽ എടുക്കണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് എടുത്തു. എവിടെയോ എന്തായാലും ആകെ 10-30 സീറ്റേ ഉള്ളൂ. നമ്മളിതാ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. ഇവിടെ നേരോട് പാളിപ്പോയി പറഞ്ഞാൽ മതി. അത് ഇങ്ങനെ അങ്ങനെ നമ്മൾ ദുബായ് മാളില് ബുർജുമാൻ മാളിലെ തിയേറ്ററിൽ വന്നോ. നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കുഞ്ഞു തിയേറ്ററിലാണ്. അതെ, ഇവിടെ ലുലു മാൾ, സിലിക്കൺ സെന്ററിൻ്റെ അവിടെ. നമ്മള് അല്ലൈനിലേക്ക് പോണ്. വലിയ ബിഗ്ഗസ്റ്റ് മോളാ. ഓ, ഔട്ട്ലെറ്റ് മോളാണ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതാ തേർഡ് ബിഗ്ഗസ്റ്റ്. പിന്നെ ഇബൻ ബത്തൂത്തയുടെ ഒരു മോളുണ്ട്. ഇവിടെ മദേഴ്സിന് പാർക്കിങ്ങിന് വേണ്ടി സ്പേസ്, മദർ ആൻഡ് ബേബി. അങ്ങനെ ഇവിടെ ഓരോന്നിനും ഓരോ സെക്ഷൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇലക്ട്രിക്കലിന് ഒരു വേറെ സെക്ഷൻ, ഭയങ്കര നല്ല അടിപൊളിയാണ്. അപ്പം നമ്മളിപ്പോൾ ഔട്ട്ലെറ്റ് മാളിലാണ് വന്നിരിക്കുന്നത്. റിസർവ്ഡ് പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ മാളാണല്ലോ ഔട്ട്ലെറ്റ് മാള്, ദുബായ് ഔട്ട്ലെറ്റ്. നമ്മൾ ദുബായ് ഔട്ട്ലെറ്റ് മാളിൽ പോയിട്ട് ബ്രാൻഡഡ് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കട്ടെ. അറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്, പോയി നോക്കട്ടെ. ഇവിടെ ഒന്നും ആരും അങ്ങനെ കാണാനില്ല അല്ലേ. ഞങ്ങളവിടെ ഒരു ദ ഗിവിങ് മൂവ്മെൻറ്റ് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾ എന്ത് വാങ്ങിയാലും ബുക്സ് മാർക്കാം. അത്രേ ഉള്ളൂ. അതെ,
ഗിവിങ് മൂവ്മെൻറ്റിൽ നമ്മൾ പൈസ കൊടുത്താൽ ചാരിറ്റിക്ക് പോകുന്നതാണ് ഇവർ പറഞ്ഞത്. ആ എമൗണ്ട് ഫുള്ള്. ആ ഇതാണ് ഗിവിങ് മൂവ്മെൻറ്റ് ഔട്ട്ലെറ്റ്. ഇവിടുന്ന് നമ്മൾ എന്ത് വാങ്ങിയാലും ആ പൈസ ഫുള്ള് ചാരിറ്റിക്ക് പോകും. നോ തട്ടിപ്പ് നോ വെട്ടിപ്പ്, കാരണം ദിസ് ഈസ് ദുബായ്. അപ്പോൾ നമ്മൾ SSS പറഞ്ഞൊരു ഷോപ്പിൽ വന്നാണ്. കുറേ ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രാൻഡഡ് തപ്പി ഇറങ്ങിയിട്ട് നമുക്ക് കാര്യമായിട്ടൊരു സാധനമൊന്നും കിട്ടിയിട്ടില്ല. കാരണം ചില സമയത്ത് നമുക്ക് കണ്ട രസം തോന്നും, ചിലപ്പോൾ രസം തോന്നില്ല. പിന്നെ റേറ്റ് പക്ഷെ നമ്മൾ നല്ല ലാഭത്തിനുണ്ട്. മീൻസ് ലാഭം എന്ന് ഉദ്ദേശിച്ചത് 50% ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 600-ന്റെ സാധനം 300 കിട്ടും. അതായത് അപ്പോഴാണെങ്കിലും നമ്മൾ 5000-6000 രൂപ കൊടുക്കണം ഒരു ഷർട്ടിനോ പിന്നെ ഷൂസിനൊക്കെ ആണെങ്കിലും എന്തായാലും അത്ര പൈസ കൊടുക്കണം. പിന്നെ നമ്മളതങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഫ്രഞ്ച് ബേക്കറിയിലാണ്, ആ സെയിം മാളിൽ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്തു, കീക്കോ മിലാനോൻ്റെ. എനിക്ക് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒട്ടിപ്പിടിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയില്ല, വാങ്ങാൻ നിന്നില്ല. പക്ഷെ നല്ല കളർ തന്നെയാണ്. ഞാനത് ഇനി നോക്കട്ടെ, അത് വാങ്ങാൻ പറ്റുമോ നോക്കാൻ. വാങ്ങി, അതും വാങ്ങിയിട്ടില്ല. ഇനി അടുത്ത ഡെസ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ഫ്രഞ്ച് ബേക്കറിൽ 2 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാപ്പച്ചിനോയും ഒരു കേക്ക്, സെബാസ്റ്റ്യൻ അല്ല, മറ്റൊരു മോണോ ക്യാരറ്റ് കേക്ക്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ സായിക്കുട്ടൻ ഒരു കോഫി എന്ന് പറഞ്ഞു, ഫ്ലാറ്റ് വൈറ്റ് റെഗുലർ സാധാ കാപ്പി. ഞാൻ വാങ്ങിയതൊരു കേക്കാണ്. ഫ്ലാറ്റ് വൈറ്റ് കാപ്പിക്ക് ഇവിടെ 600 രൂപ. രണ്ടും കൂടി കൂടിയിട്ട് നമ്മൾക്ക് എത്ര ചിലവായി അറിയോ? 2000 രൂപ ചിലവായി. ഈ ഒരു കാപ്പിക്ക് 600 രൂപ. അപ്പം ഞാൻ വാങ്ങണ കേക്കിനോ? ഞാൻ വാങ്ങണ കേക്കിന് 30 ദിർഹം. 30 × 2 25, 780. ആ ദിർഹത്തിലൊന്നും നമ്മൾ നിൽക്കുക. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഇന്നലെ മനസ്സിലായി, ഇന്നും മനസ്സിലായി. ഞാൻ അപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇന്നിപ്പോൾ ഞങ്ങൾ 2 കൂടി ചിലവായത് 95 ദിർഹമാണ്. 95 രൂപ എന്നുള്ളതിൻ്റെ ഇന്ത്യൻ കണക്കിൽ അത്ര പൈസ പോയുള്ളൂ എന്നൊരു സമാധാനത്തിൽ ഞാൻ ഇരിക്കുകയാണ്. കൺവേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കൺവേർട്ട് ചെയ്താൽ എൻ്റെ ചങ്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഒരു കാപ്പിക്കും ഒരു കേക്കിനും കൂടി സാരില്ല. എന്തായാലും വൺ ടൈം അല്ല, ഇടയ്ക്കൊക്കെ വന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ. എന്നും ഇല്ലെങ്കിലും അല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. സ്നേഹത്തിന് വീക്ക്നെസ് ആണ്. 6 മാസത്തിൽ ഒരിക്കലും വരണം എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞ കേക്ക് ഇതാണ്. ഇതിനെത്ര? 30 ദിർഹം കേട്ടോ. ആണ് സ്നേഹൻ്റെ ഫ്ലാറ്റ് വൈറ്റ് കുടിക്കാൻ പോവാണ്. ഫ്ലാറ്റ് വൈറ്റ് വിത്ത് ബ്രൗൺ ഷുഗർ. നോർമൽ കോഫി. ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ കേക്ക് കഴിക്കട്ടെ. ശൈലേഷ് ചേട്ടൻ വന്ന പോലെ പോയി. എന്താ ഞാൻ വിളിച്ചിരിക്കണോ? ഞാൻ കഴിക്കാൻ പോയി. ഇത് കഴിക്കാൻ പാടില്ലല്ലോ പറഞ്ഞു. അത് കഴിക്കരുത് കേട്ടോ. അത് മറ്റേ ശ്രീകൃഷ്ണൻ പാമ്പിന്റെ മുകളിൽ കിടക്കണ ആനന്ദശയനം. ഫ്രഞ്ചില് ലേ കൃഷ്ണ ലേ ശയനം എന്ന് പറയും. നമ്മളിപ്പോ ദുബായിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. ദുബായിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത്രയും ദിവസം മാളിൽ കറങ്ങി. അതേ മോഡല് നെസ്റ്റോർ മലയാളിയുടെ അല്ലേ? ആണോ? ഓണർ മലയാളി തന്നെ. നമ്മളിപ്പോ ഇവിടെ കാലിക്കറ്റ് സ്റ്റാർ റെസ്റ്റോറന്റില് മീറ്റ് ഓൾറെഡി ട്രീറ്റ് ചെയ്തോ? ഇല്ല ഇവിടെ കുക്ക് ചെയ്യുന്നോ? അല്ല കുക്ക് ചെയ്തേ പച്ചമീറ്റ. അതന്നെ കുക്ക് ചെയ്യുന്ന ഇവിടെ ചോദിച്ചേ. നമ്മൾ കൊടുക്കുന്നത് അതുപോലത്തെ റേറ്റിംഗല്ലേ? പാൽക്കപ്പ, ചെമ്മീൻ, ഫിഷ് തവ. ആ അവിടെ ചൂടാണെങ്കിൽ
അപ്പൊ ഇതാണ് സ്ക്വയർ ചപ്പാത്തിയാണോ പറഞ്ഞത്? സ്ക്വയർ ഇതെവിടെയൊക്കെ വെച്ചത്? നമ്മളിപ്പോ പോണത് എവിടെയാ? ഷെയ്ഖ് സയ്യിദ്. വാവ്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. കാണും. ഇപ്പം ബിൽഡിങ്സ് ഒത്തിരി ഉണ്ട്. വേറെ കാര്യം പറ്റേ, ഇതാണ് നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡ്. ഈ മൂലയാണ് ബാംഗ്ലൂർ. ഞാനിവിടെ ബുർജ് ഖലീഫ കണ്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഷെയ്ഖ് സയ്യിദ് റോഡ്. ഇമാർ. അടിപൊളി അടിപൊളി. അടിയോ അടിയോ അവനൊക്കെ എന്താ ചെയ്യുന്നത്? ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ ഇല്ലേ? ഒട്ടും നിർത്തിയാ. എല്ലാ ബിൽഡിങ്ങിനും താമസക്കാരാ. ഞാൻ കണ്ടു. ഇത് ഫുൾ ദുബായ് മദീന സെൻട്രൽ എടുക്കും വീഡിയോ. പുറകിൽ വണ്ടി ഉണ്ട്, അതിന്റെ സ്പീഡ് കുറച്ച്. നമ്മളിപ്പോൾ എവിടെ എത്തി ഗൈസ്? നമ്മളിപ്പോ മറീന, ദുബായ് മറീന. അപ്പൊ നമ്മളിപ്പോ ദുബായ് മറീനയുടെ അടുത്തിട്ട് ഇത് നമ്മളെ ആ സാറ ടിങ് 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 ടിങ്. ഇപ്പം ഞങ്ങൾ സ്വല്പം ദുബായ് മറീനൊക്കെ കണ്ടിട്ട് വരാം. രാത്രി ഇപ്പോൾ സമയത്തെന്ന് വെച്ചാൽ നാട്ടിൽ 3:15. ഇതാണ് ബിൽഡിങ്ങിന്റെ വ്യൂ. സെക്കൻഡ് ഫ്ലോർ. അവിടെ ഇത് ഫുൾ സ്വിമ്മിംഗ് പൂൾ. ഞങ്ങളിപ്പോൾ ചെറിയൊരു വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. സമയം 2 മണിയായി. അതായത് ദുബായ് 2 മണി, നാട്ടിലെ 3:15. അവിടുത്തെ കുറച്ച് വൈബൊക്കെ ആസ്വദിക്കട്ടെ രാത്രി. വേണ്ട, നമുക്ക് അറിയാൻ രാസം പിടിക്കും. സ്വല്പം ഫോട്ടോ എടുക്കാം. ചിപ്പി അതിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ദുബായ് സിറ്റി, ദുബായ് മെറീന പറഞ്ഞ പ്ലേസ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്തായാലും ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ് ദുബായിലുള്ളത്. അതെ. അപ്പോൾ നമ്മുടെ ദുബായ് മറീന അടിപൊളി കേട്ടോ. എന്തൊരു രസമായിരുന്നു ഇവിടെ കാണാൻ. വലിയ ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളോടുള്ള മാത്രം, അങ്ങനെ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അത്രയും വലിയ വലിയ ബിൽഡിങ്ങാണ്. എങ്ങനെ എപ്പടി ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ? ഞാൻ മറീന അതെ രസല്ലേ? ഇവിടെ നമ്മൾ വാക്കിങ് ചെയ്യാണ്. 7 കിലോമീറ്റർ ഉണ്ട്. എത്ര ആണോ? ഞാൻ നടക്കാം. ആ മനസ്സിലായി. 7 കിലോമീറ്റർ ഒക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ച് നടക്കാം. 7 കിലോമീറ്റർ 1 കിലോമീറ്റർ ഇവിടെ 24/7 ആണ്. ആ ബിൽഡിംഗ് നോക്ക്, ആ ബിൽഡിംഗ് നോക്ക്, ഹൈറ്റിൻ്റെ സ്പൈറൽ. ഇത് ഓഫീസാണോ അതോ സ്പൈറൽ. ദൂരെ ഇതൊക്കെ റെസിഡൻഷ്യലാണ്. ഇവിടെ ചുവന്ന ലൈറ്റുള്ളൊരു ഫ്ലാറ്റ്. ഇതൊക്കെ റെസിഡൻഷ്യലാണെന്നാണ് പറഞ്ഞത് ദുബായ് മറീനയിൽ. ഇവിടെ ചെറിയ കുഞ്ഞി യാച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഹോട്ടൽസ് ഒക്കെ ആയിട്ട് ഫുൾ ഓപ്പണാണ്. ഒരു 7 കിലോമീറ്റേഴ്സ് ഉണ്ട് കറങ്ങാൻ. ഫാർമർ ആൻഡ് ബുച്ചർ. നല്ല അടിപൊളി വൈബ്. രാത്രി 1:30, 1:45, 2 മണിക്കൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ആ മനസ്സിലായി. ദുബായ് മറീന. അതെ, ദുബായ് മറീന.
ഈ ലൈനിൽ കൂടെ തന്നെ നേരെ പോയി ദുബായ് മരീന മോളുണ്ട്. ആ ആ വേറെ ഓക്കെ ഓക്കെ. പാം ജുമൈറ ബീച്ചിൻ്റെ റോഡ് കാണാൻ പോണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും വിസിറ്റിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. സായി നേരത്തെ പോയി കാർഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ താഴെ പോയി വന്ന് ചോദിച്ചതായിരുന്നു. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. ദാ സായി ഇവിടെ വന്നു. ദാ കാർഡ് അവർ ഒന്നും പറഞ്ഞില്ല, തന്നു വേഗം. അതായത് ഞാൻ പറഞ്ഞു കാർഡ് ആക്സസ് ആവണില്ല പറഞ്ഞപ്പോഴത്തേക്കും തന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇവിടെ ഇല്ലേ കണ്ണടിയാ. അപ്പോൾ ഓക്കെ ബൈ.